സേലക്കുട്ടി ഇതാണ് പാമ്പിനെ ഏറ്റുവാങ്ങാണ്. ഇപ്പില് രണ്ടാമത്തെ വട്ടാണ് പാമ്പിനെ തൊടുന്നത്. ഓക്കെ ആരോടൊന്നും പറയാം. അടിപൊളിയാണല്ലേ? നല്ല അടിപൊളിയാണ്. നിങ്ങൾ പഠിച്ചോ നന്നാക്കട്ടെ. നിങ്ങളെയും മക്കളെയും ഉമ്മനെയും ബാപ്പനെയും ഒക്കെ പഠിച്ചോ നന്നായി. ഹലോ ഗേസ്, അപ്പോൾ സപ്പൂസ് വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കുനിയിലെയും സമീപ പ്രദേശങ്ങളിലേക്ക് ഒട്ടനവധി രോഗികൾക്ക് ആശ്രയമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ രോഗികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ്. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 10 വർഷമായിരിക്കുകയാണ്. ആ 10 വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ വയോധികരായിട്ടുള്ള 200ഓളം ആളുകളെയാണ് ഇന്ന് 3 വാഹനത്തിലായിട്ട് വയനാട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യം രാവിലെ 6 മണിക്ക് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വയനാട്, പിന്നെ അമ്പലവയൽ, പിന്നെ പൂപ്പൊലി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് ചാനൽ വഴി കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാകുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ഇൻബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കനിവിൻ്റെ കാരണവന്മാരായിട്ടുള്ള പള്ളിപ്പറമ്പൻ ബിച്ചിയും ചെറിയാപ്പുവാക്കയും ബാവാക്കയും വാർഡ് മെമ്പർ റഫീഖിൻ്റെ ഒക്കെ സഹകരണത്തോടെ യാത്ര 6 മണിക്ക് ഫ്ലാഗ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ള 3 വാഹനങ്ങളാണ് കാണുന്നത്. 3 വാഹനങ്ങളിൽ നിന്നാണ് പുറപ്പെട്ടത്. ആംബുലൻസ് ഉണ്ട്, എല്ലാ സെറ്റപ്പോട് കൂടിയിട്ടാണ് നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത്. കനിവിൻ്റെ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോരുത്തർ കെയർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കാണുന്നതുണ്ടല്ലേ, ഓരോ വ്യക്തികളെയും നമ്മൾ വോളണ്ടിയേഴ്സ് കറക്റ്റായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ലൊക്കേഷനായിട്ടുള്ള പൂപ്പൊലി 2023 അവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. വോളണ്ടിയേഴ്സൊക്കെ വളരെ കറക്റ്റായിട്ട് ഉണ്ട്. വർണ്ണവിസ്മയമായ പൂപ്പൊലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പൂപ്പൊലി 2023 അതിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ എൻ്റർ ചെയ്ത സമയത്ത് തന്നെ, കയറിയ സമയത്ത് തന്നെ ആ പൂപ്പൊലിയിൽ നിന്നുള്ള വലിയൊരു സെറ്റപ്പോട് കൂടി നല്ല സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. പൂപ്പൊലിയുടെ മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവ എങ്ങോട്ട് ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച്? ഇന്നത്തെ ഒന്നും പറയാനില്ല. പൊളി തന്നെ, അത്ര പൊളി, ഒരു രക്ഷയില്ല. വലിയൊരു അനുഭവമാണ്. അങ്ങനെ ഞങ്ങള് അലങ്കാര മത്സ്യ പ്രദർശനം ഉണ്ട് ഇതിനകത്ത്. അലങ്കാര പ്രദർശന മത്സ്യത്തിലേക്ക് കയറിയിരിക്കുകയാണ്. വെറൈറ്റി മത്സ്യങ്ങളുണ്ട്. മത്സ്യങ്ങള് മറ്റൊരു ഭാഗത്ത് ഒരുപാട് പക്ഷികളുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള പക്ഷികള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോഗറെ, നമ്മളെ വലിയ ബ്ലോഗർ അവിടെ ഉണ്ട്. എന്തായാലും ഒന്ന് പറയും, എങ്ങനെയുണ്ട് ഇന്നത്തെ? നല്ല പ്രോഗ്രാം, അടിപൊളിയാണ്. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഇമ്മമാരെ കൂടെ ഒരു യാത്ര ആദ്യമായിട്ടാണ്. വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ, ബോയ്സിന്റെ കൂടെ ഇതാണ് ഞങ്ങളെ മെയിൻ മെച്ചി. കൗണ്ടർ അതെല്ലാരും നമ്മളെ മെച്ചാണ്. അപ്പം
കൂട്ടത്തിൽ ആക്റ്റീവായിട്ടുള്ള കൂട്ടത്തിൽ ഒരാളാണ്. ഉമ്മച്ചിന്റെ പേരെങ്ങനെയാണ്? റുക്കിയമ്മ. അപ്പൊ ഉമ്മച്ചിനോട് ഉമ്മച്ചിയുടെ പേരത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പേരക്കുട്ടികളുണ്ട്, അണ്ണ പോലെ ഒന്നുമില്ല, ആൾക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ട്, മക്കളെ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കണ്ടാ പറയോ ഇവിടെ. ഉമ്മച്ചി ഹാപ്പി അല്ല ഇന്നത്തെ ദിവസം? ഈ ഒരു യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യം പോകേണ്ടിടത്ത് അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ പിന്നെ വീട്ടുകാരെ അയച്ച് ചെല്ലും, എല്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. ഹാപ്പിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന പീസ് വില്ല വയനാട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഭക്ഷണം എന്താ അവസ്ഥ? വിശക്കുണ്ടല്ലേ? കടലൊന്നുമില്ല. ഓക്കെ, മനസ്സിലാവണം. നമ്മളെ സ്ഥലത്ത് എത്തിണ്ട് എല്ലാവരും എനർജി ആയിട്ട്. നല്ല വിശപ്പുണ്ടല്ലേ? ഇതില്ലേ വിശപ്പുണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ നമ്മളെ ഇനി ഇവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ. പീസ് വില്ലയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് സമയം ഇവിടുത്തെ നോക്കാൻ ആളുകളില്ലാത്ത ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരുടെ കൂടെയാണ് ഇന്ന് നമ്മളിനി 2 മണിക്കൂർ പാട്ടും ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലവഴിക്കാൻ പോകുന്നത്. നമുക്കതൊക്കെ കാണാം. ഒക്കെ ഇവിടുത്തെ പ്രത്യേകത, പീസ് വില്ലയിലെ പ്രത്യേകത പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് ഡ്രസ് ബാങ്ക് ആണ് ഇവിടെ പ്രവർത്തിക്കുന്ന ഡ്രസ് ബാങ്ക് ആണുള്ളത്. ഈ പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ താമസിക്കുന്നതല്ല, അല്ലാതെ പുറത്തു വരുന്ന ഈ പ്രദേശത്തൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് പിന്നെ ഡ്രസ്സിനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ID പ്രൂഫായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഡ്രസ്സ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്ത് പോകാവുന്ന വലിയൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും മാത്രമായിട്ടുള്ളൊരു ഇന്ന് ശരിക്കും ഞാൻ ഓഫീസിലുണ്ടാവേണ്ട ഒരു ദിവസമാണ്. പക്ഷേ നിങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാൻ രാവിലെ 11 മണിക്കാണ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. നിങ്ങൾ എത്തുന്ന അതേ സമയം എത്തിച്ചേരാനും. ഇതെന്താണോ ഒരു ടീം 2 ടീം കഴിച്ച് കഴിഞ്ഞ് 3ാമത്തെ ടീമാണ് വോളണ്ടിയേഴ്സൊക്കെ ഉഷാറായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. ഈ പീസ് വില്ലയിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു സ്വന്തം വീട് പോലെ അത്രക്കും വൃത്തിയാണ്. വളരെ എന്താ പറയുക, നമ്മളൊരു വീട് മാതിരിയുണ്ട്. അതേമാതിരിയാണ് ഇതിൻ്റെ പിന്നെ ഓരോ റൂമുകളും മൊത്തത്തിലുള്ളത് നല്ല വൃത്തിയോട് കൂടിയിട്ടാണ്. ഒരു സത്യം പറഞ്ഞാൽ വയനാട്ടിലെ പീസ് വില്ലേജ് സന്ദർശിച്ചപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, അനാഥർ, മാനസികമായി തകർന്നു പോയവർ, ഉപേക്ഷിക്കപ്പെട്ട ധാരാളം സ്ത്രീകൾ തുടങ്ങിയവരെ
നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്കെല്ലാം ഒറ്റപ്പെടലില്ലാതെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന സ്നേഹവീടാണ് വയനാട്ടിലെ ആ വലിയ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന പീസ് വില്ലേജ്. ചവിട്ടി താഴ്ത്തപ്പെട്ടവർക്ക്, ക്രൂരതയും അവഗണനകളും സഹിച്ചവർക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സ്നേഹത്തിൻ്റെ വഴിയാണ് ഈ ഒരു വലിയ ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്നത്. മഞ്ജു കണ്ട് നെഞ്ചിലൊപ്പിടിയാശമുണ്ട് മഞ്ചമേറി വന്നു നിന്റെ മുത്തുപൂമാരൻ പാട്ടും കൂത്തുമായി എത്തി നിന്റെ മണിമാരൻ പടവാളിയുള്ളോട് പഞ്ചാര മൊഴിയുള്ളോട് പദവും ചീരിയുള്ള പെണ്ണ് സൈനവാടി നമ്മളെ അമ്മച്ചിയാണ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ അമ്മച്ചിയാണ്. ചിരി ഉണ്ടല്ലോ അമ്മച്ചിന്റെ ചിരിയൊക്കെ അടിപൊളി. എന്താ പറയാനുള്ളത്? ഇന്നത്തെ ഞങ്ങള് വന്നിട്ട് സന്തോഷമാണെന്ന്. നല്ല അടിപൊളിയാ, സന്തോഷാണ്. അടിപൊളി സന്തോഷാണല്ലേ. എന്നാ ഒരു പാട്ട് അടിയാണ് രണ്ടുപേര് പാടില്ല. എനിക്ക് കിട്ടൂല. എന്നാ ഇവരോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ആരോടൊന്നും പറയാം. അടിപൊളിയാണല്ലേ, നല്ല അടിപൊളിയാണ്. നിങ്ങൾ പഠിച്ചോ നന്നാക്കട്ടെ. നിങ്ങളെയും മക്കളെയും ഉമ്മനെയും ബാപ്പനെയും ഒക്കെ പഠിച്ചോ നന്നാക്കട്ടെ. എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ നൽകട്ടെ അല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇങ്ങനത്തെ കാര്യം എൻ്റെ ടൈം സമയം അപ്പോൾ മച്ചന്മാരെ യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാവരും രാത്രി 11 മണിയോടുകൂടി നാട്ടിലെത്തി. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.